ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇലക്ട്രോണിക്സിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കൂട്ടം ഡിവൈസുകളുണ്ട്. ആ ഡിവൈസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കാമോ? ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്കൊരു നല്ലൊരു റേസിംഗ് കാർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുള്ള സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 സെക്കൻഡ് കൊണ്ട് തന്നെ 0 to 100 km/h എത്താൻ സാധിക്കുന്ന അടിപൊളി റേസിംഗ് കാർ. സംഗതിയൊക്കെ ഓക്കെയാണ്. നിങ്ങൾ ആ കാറിനകത്ത് കയറിയിരുന്നു, സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടു, എല്ലാം ഓക്കെ. സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നല്ല സ്പീഡിൽ നിങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ഫുൾ ത്രോട്ടിൽ നിങ്ങൾ സഞ്ചരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടി ഒന്ന് നിർത്തണം എന്ന് തോന്നി. പക്ഷേ നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, വണ്ടി നിൽക്കുന്നില്ല. പിന്നെ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നിട്ടും വണ്ടി നിൽക്കുന്നില്ല. പിന്നെ ആകെപ്പാടെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇത് ഞാൻ എങ്ങനെ നിർത്തും? വണ്ടി ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക, വളരെ ഹൈ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ആ വണ്ടിയുടെ ഇന്ധനം മുഴുവൻ തീരണം, അപ്പോൾ വണ്ടി സ്വാഭാവികമായിട്ട് നിൽക്കും. പക്ഷെ അത് പ്രായോഗികമല്ല. പിന്നെ പെട്ടെന്ന് നിർത്തണം എന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വണ്ടി ഇടിച്ച് നിർത്തുവാണ്. ആ വണ്ടി തകരുവാണ്. ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്ട് ഇതേ സ്വഭാവ സവിശേഷതയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ഈ പറയുന്ന SCRഉം ട്രയാക്കും ഒക്കെ. ഇതിനൊക്കെ സ്റ്റാർട്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയൊരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണാവും. പക്ഷെ ഇതിനെ ഓഫാക്കാൻ ഇച്ചിരി പാടുപെടും. സംഗതി ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒരു സംഗതിയാണ് നമ്മുടെ SCRഉം ട്രയാക്കും ഒക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ പ്രസന്റ് ചെയ്യുന്നത്. 2 സെക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡെവലപ്മെന്റ് ഫേസ് എങ്ങനെയായിരുന്നെന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അത് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ സ്വാധീനങ്ങൾ ചെലുത്തി എന്നുള്ളതും, അതിനുശേഷം ഈ ഒരു ഡിവൈസ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ആ ഒരു പ്രത്യേകതയൊക്കെ പരീക്ഷണങ്ങൾ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളെല്ലാവരും ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയൊരു ചരിത്രം അറിഞ്ഞിരിക്കുന്നത് വളരെ അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ പിറവിയെടുത്തത് 1947 ബെൽ ലബോറട്ടറീസിലാണ്. അപ്പൊ ഈ ട്രാൻസിസ്റ്ററിനെ ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയും തോന്നേണ്ട കാര്യമില്ല. കാരണം ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഇത്രയധികം കോമ്പാക്റ്റ് ആയത്, ഇത്രയധികം എഫിഷ്യന്റ് ആയത്. പിന്നീട് ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷം 1956, 57 ആ ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ തന്നെ ബെൽ ലബോറട്ടറീസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പവർ ഇലക്ട്രോണിക് സയന്റിസ്റ്റായ ഗോർഡൻ ഹാൾ എന്ന വ്യക്തി, അദ്ദേഹം SCRന്റെ പ്രാരംഭമായിട്ടുള്ള ഒരു ഫോം, അതായത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഫോം അദ്ദേഹം പ്രപ്പോസ് ചെയ്യുകയും അതൊന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അത് അധികം കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് അത് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലല്ലായിരുന്നു. അദ്ദേഹം ജസ്റ്റ് ലാബിൽ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. പിന്നീട് 1957 ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ടുള്ള ഫ്രാങ്ക് W ഗഡ്സ്വില്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള SCRന്റെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള രൂപം പുറത്തിറക്കിയത്. അപ്പം ഈ SCR എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗോർഡൻ ഹാളാണ്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിച്ചത് ഈ പറയുന്ന ഫ്രാങ്ക് W ഗഡ്സ്വില്ലർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഡിവൈസ് നിർമ്മിച്ച് സക്സസ്ഫുൾ ആയപ്പം അദ്ദേഹം അതിന് പേറ്റന്റ് ഒക്കെ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പൊ ഈ ഒരു SCR വന്നതോടുകൂടി പിന്നീട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു റവല്യൂഷണറി ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായിരുന്നു. അന്ന് വരെ ഇൻഡസ്ട്രിയിലെ ഹെവി ഡിവൈസുകൾ എന്നറിയപ്പെട്ടിരുന്ന മോട്ടറുകൾ, ഇൻഡസ്ട്രിയൽ ഹീറ്ററുകൾ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്തത് ഈ പറയുന്ന റിയോസ്റ്റാറ്റുകൾ, അതായത് വലിയ ഹെവി ആയിട്ടുള്ള പൊട്ടൻഷ്യോമീറ്ററുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കപ്പാസിറ്ററുകളുടെ പ്രത്യേക രീതി സീരീസ് പാരലൽ കോമ്പിനേഷൻ ഒക്കെ വഴിയായിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമുക്ക് അതിന്റെ സ്ഥലപരിമിതി. ഇത്രയും വലിയ മെഷീനറിയിലൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ തന്നെ വലിയ ഡിവൈസുകൾ വേണം. 2, ഇത് മാനുവലായിട്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3, ഇതുമൂലം ഉണ്ടാകുന്ന ഊർജ്ജനഷ്ടം വളരെ കൂടുതലായിരുന്നു. കണ്ടമാനം ചൂടുണ്ടാവും. അതുപോലെ മിക്കവാറും ഫെയിലൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഈ ഒരു സംഗതിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ചെറിയൊരു ഡിവൈസ് ഉപയോഗിച്ച് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അത് തന്നെയല്ല, പിന്നീട് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഡെവലപ്മെന്റ് വന്ന ഒരു സമയത്ത് നമുക്ക് കൺട്രോൾ റൂമിൽ ചെയ്യുന്നുണ്ട് ചെറിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള മോട്ടറിനെയും ഹീറ്ററിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാന്നുള്ള അവസ്ഥയിലേക്കും എത്തി. അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ചപ്പോൾ തന്നെ SCRന്റെ ട്രാക്കിന്റെ ഒക്കെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് അതിന്റെ ഒരു വ്യാപകമായിട്ടുള്ള ഉപയോഗം വളരെ പെട്ടെന്നായിരുന്നു. അന്ന് വരെ ഈ പറയുന്ന 3 ഫേസ് ഇൻവേർട്ടറുകൾ,
അതുപോലെ തന്നെ സൈക്ലോ കൺവേർട്ടർ ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ, പിന്നെ സ്പീഡ് കൺട്രോൾ സർക്യൂട്ടുകൾ, ലൈറ്റ് ഡിമ്മറുകൾ എന്ന് വേണ്ട എല്ലാ മേഖലയിലും, ഇൻഡസ്ട്രിയിലുള്ള എല്ലാ മേഖലയിലും ഈ പറയുന്ന SCR ട്രാക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കൂടാതെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ പറയുന്ന SCR ട്രാക്കിനൊക്കെ സാധിച്ചു. അന്ന് വരെ ഉപയോഗിച്ചിരുന്ന ഡീസൽ ലോക്കോമോട്ടീവ് എഞ്ചിനുകൾ, പ്രത്യേകിച്ച് ട്രെയിനിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഡീസൽ ലോക്കോ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ലോക്കോ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡീസൽ ലോക്കോമോട്ടീവിൽ നിന്ന് ഇലക്ട്രിക് ലോക്കോമോട്ടീവിലേക്ക് ഒന്ന് ചൂട് മാറ്റിയപ്പോൾ നമ്മുടെ ഈ മോട്ടറുകളെ, അതായത് ഇലക്ട്രിക് മോട്ടറുകളെ കൺട്രോൾ ചെയ്യാന്നുള്ള ഡ്യൂട്ടി SCR ഏറ്റെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര ഹെവി ആയിട്ടുള്ള ലോഡ് വലിക്കുന്ന ആ ഒരു എഞ്ചിൻ ഭാഗത്തിന്റെ കൺട്രോൾ ചെറിയൊരു SCR ഉപയോഗിച്ച് സാധ്യമാകുക എന്ന് പറഞ്ഞാൽ, ചെറിയ SCR അല്ല, തീർച്ചയായിട്ടും അറേ ഓഫ് SCRകൾ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ എത്തി. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കോ പൈലറ്റിന് ചെറിയ ഒരു ത്രോട്ടിലിന്റെ ആ ഒരു നീഡിൽ ചലിപ്പിക്കുന്നത് വഴി വലിയ രീതിയിലുള്ള ഒരു കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ ഇവിടെ ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ആയിരക്കണക്കിന് ആംബിയർ ആണ് ഒരു SCR ട്രാക്കിനൊക്കെ താങ്ങാൻ കഴിയുക. അത് തന്നെയാണ് അതിനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിവൈസ് ആക്കി മാറ്റിയത്. ഇനി ഇതിനെല്ലാം ഉപരി ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹൈ വോൾട്ടേജ് DC സിസ്റ്റംസ്. അതായത് നമുക്കറിയാം വിദൂര സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രസരണ നഷ്ടം വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് HVDC എന്ന് പറയുന്നത്. അതായത് വിവിധ സംസ്ഥാനങ്ങളിലെ പവർ ഗ്രിഡുകൾ തമ്മിൽ എഫിഷ്യന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന HVDC സിസ്റ്റം ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മുടെ ഈ പറയുന്ന തൈറിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിൽ തന്നെ ഇതേ രീതിയിലുള്ള, ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമറിനൊക്കെ കൺട്രോൾ ചെയ്യാനും അതിലേക്കുള്ള AC DC ഒക്കെ ആക്കാനും കൺട്രോളർ റെക്ടിഫിക്കേഷൻ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഈ പറയുന്ന ഹെവി ആയിട്ടുള്ള SCRകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കി അതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഈ SCR അഥവാ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ട്രാക്കിന്റെ വർക്കിങ്ങിലേക്കും വരാം. അപ്പം ഈ SCRന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് 2 ട്രാൻസിസ്റ്ററുകൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതായത് PNBയും NBNും. നമുക്ക് എല്ലാവർക്കും അറിയാം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന 3 റീജിയൻ ഉണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പം ഒരു 3 ലെയർ ആയിട്ട് അവിടെ നമുക്ക് അത് കാണാൻ സാധിക്കും. അപ്പം ഈ പറയുന്ന ഒരു SCR എടുക്കുവാണെങ്കിൽ അത് 4 ലെയറുകളുണ്ട്. PNBയും NBNും ചേർന്നിട്ടുള്ള ആ 2 കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത എങ്ങനെ ഇരിക്കുമോ അതാണ് ഒരു SCRന്റെ ഇന്റേണൽ ഫോം എന്ന് പറയുന്നത്. PNBN ജംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാലോ. ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഗേറ്റ് ടെർമിനലായിരിക്കും. അതായത് ഗേറ്റിലാണ് നമ്മൾ പൾസുകൾ കൊടുക്കുന്നത്. പിന്നെ ആനോഡും കാഥോഡും നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ആനോഡിൽ ഞാൻ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവും കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ കൺട്രോൾ ചെയ്യേണ്ട പിന്നായിട്ടുള്ള ഗേറ്റിലേക്ക് ഞാനൊന്നും കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ആനോഡി പോസിറ്റീവ്, കാഥോഡി നെഗറ്റീവ്, ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആക്കി ഇട്ടേക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇതിനകത്ത് NBN ട്രാൻസിസ്റ്ററിന്റെ ബേസ് ടെർമിനലിൽ ഈ പറയുന്ന 2 റെസിസ്റ്റർ വഴി ഗ്രൗണ്ടിലേക്കാണ് കണക്ട് അയക്കുന്നത്. അപ്പൊ ആ ട്രാൻസിസ്റ്റർ സ്വാഭാവികമായിട്ടും റിവേഴ്സ് ബയാസിലാണ്, അത് ഓഫ് ആണ്. അപ്പൊ ഈ ഒരു ട്രാൻസിസ്റ്റർ ഓഫ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രാൻസിസ്റ്റർ, അതായത് PNB ട്രാൻസിസ്റ്ററും ഓഫ് ആയിരിക്കും. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ ഫസ്റ്റ് NP, അതായത് ബേസിൽ P ആണ്, പോസിറ്റീവ് ആണ്. ഇതിലേക്ക് ഞാനൊരു പോസിറ്റീവ് പൾസ് അപ്ലൈ ചെയ്യുക. അതായത് ഗേറ്റിലേക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ സ്വാഭാവികമായിട്ടും ഓൺ ആവും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ കളക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് പോകും. കാരണം നമുക്കറിയാം എമിറ്റർ ഇവിടെ നെഗറ്റീവ് ആണ് കൊടുത്തേക്കുന്നത്, അതായത് മൈനസ് ആ സപ്ലൈ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് പൾസ് നേരെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? സെക്കൻഡ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക്. അപ്പോൾ സെക്കൻഡ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? PNB ആണ്. അതിന്റെ ബേസിൽ എപ്പോൾ നെഗറ്റീവ് എത്തുന്നോ അന്നേരം അത് ഓൺ ആവും. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആക്കി ആ ഓൺ ആക്കിയ സിഗ്നൽ നേരെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് സെക്കൻഡ് ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഓൺ ആയി. ഈ സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കളക്ടറിൽ വരുന്നത് പോസിറ്റീവ് സിഗ്നൽ ആയിരിക്കും. കാരണം എന്താ? അത് നമ്മൾ ആനോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനോഡുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ഇത് ഓപ്പൺ സ്വിച്ച് ആകുമ്പോൾ ആനോഡും ഈ പറയുന്ന ടെർമിനലും തമ്മിൽ കണക്ഷൻ കാണത്തില്ല. എന്നാൽ ആ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിയുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആനോഡിൽ നിന്ന് ഈ പറയുന്ന സെക്കൻഡ് ട്രാൻസിസ്റ്ററിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായി അത് വീണ്ടും ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ബേസിലെ സിഗ്നൽ പതുക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും ഈ പറയുന്ന സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിന് എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. അത് കാരണം വീണ്ടും ആ ട്രാൻസിസ്റ്റർ ഓണായി തന്നെ ഇരിക്കാൻ കാരണമാകുന്നു. അത് വീണ്ടും ആ ഒരു നെഗറ്റീവ് പൾസ് സെക്കൻഡ് ട്രാൻസിസ്റ്റർ കൊടുക്കുന്നു. അത് വീണ്ടും പോസിറ്റീവ് ഒരു പൾസ് നമ്മൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ട്രാൻസിസ്റ്റർ സെക്കൻഡ് ട്രാൻസിസ്റ്ററിനെ സഹായിക്കുന്നു. ആ സെക്കൻഡ് ട്രാൻസിസ്റ്റർ
ഫസ്റ്റ് ട്രാൻസിസ്റ്ററിനെ ഓൺ ആവാൻ സഹായിക്കുന്നു. ഈ ഒരു ലൂപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഒരു തവണ ഗേറ്റിൽ നമ്മൾ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗേറ്റിന് കൺട്രോൾ ഇല്ല. കാരണം എന്താ, സെക്കൻഡ് ട്രാൻസിസ്റ്റർ ഫസ്റ്റ് ട്രാൻസിസ്റ്ററിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അപ്പം ഇവിടെ ഈ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള കറണ്ട് ഫ്ലോ ഒരു പരിധിക്കപ്പുറം കുറയ്ക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഓഫായി പോകും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഓൺ ആയിട്ടുള്ള SCR നമ്മൾ ഓഫ് ആക്കാനുള്ള മെത്തേഡ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഒത്തിരി മെത്തേഡുകളുണ്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. കാരണം ഒരു തവണ ഓഫായി കഴിഞ്ഞാൽ വീണ്ടും ഇത് റീസെറ്റ് ആവും. റീസെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഇനിഷ്യൽ എങ്ങനെയാണോ ഇരുന്നത് അതേ രീതിയിൽ തന്നെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു SCRന്റെ ഒരു വർക്കിംഗ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള വർക്കിംഗ് നമുക്ക് പറയാവുന്നത്. അപ്പം ഇത് നമുക്ക് പരീക്ഷണങ്ങൾ വഴി ഞാൻ വ്യക്തമാക്കി കാണിച്ചു തരാം. അപ്പം അതിനു മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ SCR വർക്കൗട്ട് ആവുന്നത് ഈ പറയുന്ന കറക്റ്റ്, അതായത് ആനോഡും കാഥോഡും കറക്റ്റ് പൊളാരിറ്റി ആണെങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. റിവേഴ്സ് ബയാസിൽ അത് വർക്കൗട്ട് ആവത്തില്ല. ഇനിയും നമുക്ക് ഈ SCR ഒരു തവണ ഓൺ ആയെന്ന് ഞാൻ പറഞ്ഞു. ഈ SCR ഓഫ് ആക്കാൻ പറ്റുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. അതായത് നമുക്ക് ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള കറണ്ട് ഫ്ലോ ഒരു പരിധിക്കപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആവും. അപ്പോൾ ഒരു AC സിഗ്നൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ഹാഫ് വേവിലും അത് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂട്ടേഷൻ്റെ ഒരു ആവശ്യം, എക്സ്റ്റേണലി ഓഫ് ആക്കേണ്ട ആവശ്യം അവിടെ AC-ൽ വരുന്നില്ല. അത് കാര്യം പിടികിട്ടിയല്ലോ. കാരണം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം എത്തി വീണ്ടും അത് 0-ലേക്ക് പോകുന്നു. അപ്പോൾ ആ 0 ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടുത്ത സൈക്കിളിൽ അത് റീസെറ്റ് ആയിക്കോളും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാക്കിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ SCRന്റെ രണ്ട് ബാക്ക് ടു ബാക്ക് ഫോമാണ് നമുക്ക് ട്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് SCR അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് ഒന്നും ഇല്ല. അത് കാരണം ഈ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ച് വെച്ചെന്ന് പറഞ്ഞാലും അത് വർക്കൗട്ട് ആവും. അപ്പോൾ ഇതിനെ നമുക്ക് മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, MG1, MG2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു AC-യുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നെഗറ്റീവ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ട്രയാക്ക്, ട്രയോഡ് ആൻഡ് AC. അതായത് AC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രയോഡ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഇനി നമ്മുടെ ഈ SCRും ട്രയാക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് തോന്നാവുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. അത് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ലോഡ് എവിടെ കണക്ട് ചെയ്യണം. ഇപ്പം ട്രാൻസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ പറയും ലോഡ് കളക്ടറിലാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു SCRന്റെ ട്രാക്കിന്റെ കേസിൽ നമുക്ക് ആനോഡി കണക്ട് ചെയ്താലും കാഥോഡി കണക്ട് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെയാണ്. അതായത് നമുക്ക് ലോഡ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് അവിടെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. രണ്ട് രീതിയിലും വർക്കൗട്ട് ആവും, അത് പ്രശ്നം വരത്തില്ല. അടുത്തതായിട്ട് എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ ഈ SCR ഒക്കെ വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഗേറ്റ് ടെർമിനൽ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്താലാണോ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്താലാണോ വർക്കൗട്ട് ആവുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇതിനകത്ത് NPN ട്രാൻസിസ്റ്റർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗേറ്റിൽ പോസിറ്റീവ് കൊടുക്കും. അപ്പോൾ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള മെത്തേഡ്. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ നെഗറ്റീവായിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ SCR ഓൺ ആവത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ഈ SCRന്റെ ഒക്കെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു തിയറിയും നിങ്ങൾ വിചാരിക്കേണ്ട. ജസ്റ്റ് നമ്മൾ ഈ SCRO ട്രയാക്കോ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തു. അതായത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഞാൻ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തതിന് ശേഷം ഗേറ്റിലൊന്നും കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കത്തില്ല. അതായത് നമ്മൾ SCRന്റെ ആനോഡും കാഥോഡും പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തു, ഗേറ്റിലൊന്നും കൊടുക്കാതെ നിന്നപ്പം അത് ശരിക്കും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള ആ കറണ്ട് ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുവാണ്. അതായത് ഒരു ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഗേറ്റിൽ ഒന്നും കൊടുക്കാത്തപ്പോൾ പോലും ഇത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ലീക്കേജ് കറണ്ട് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അത് പോകത്തില്ല. ഒരു ഓഫ് ആയിട്ടുള്ള ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യും. എന്നാൽ നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു പരിധിക്കപ്പുറം കൂടിയെന്ന് വിചാരിച്ചോ, നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു ബ്ലോക്കിംഗ് മോഡിലുള്ള വോൾട്ടേജ് ഏകദേശം ഒരു 1.5 kV മേളിലേക്ക് എത്തി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പറയുന്ന SCR അല്ലെങ്കിൽ ട്രയാക്ക് പെട്ടെന്ന് ടേൺ ഓൺ ആവും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SCRO ട്രയാക്കൊക്കെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ പറയുന്ന ബ്രേക്ക് ഓവർ വോൾട്ടേജിന്റെ തൊട്ട് താഴത്തായിരിക്കണം ഈ സേഫ് ആയിട്ടുള്ള ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അടുത്ത ഒരു മോഡാണ് ഫോർവേഡ് കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ആനോഡിലും കാഥോഡിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് കൊടുത്തു. അതിനുശേഷം ഗേറ്റിൽ ഒരു ട്രിഗർ പൾസ് നമ്മളവിടെ കൊടുക്കുക. ഒരു പോസിറ്റീവ് ട്രിഗർ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഫോർവേഡ് കണ്ടക്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സ്വിച്ച് ക്ലോസ് ചെയ്ത ഒരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു SCR അല്ലെങ്കിൽ ട്രാക്കിനെ ഓൺ ആക്കുന്ന ഈ ഒരു മെത്തേഡാണ്, ഒരു സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ഓവർ സംഭവിച്ച് ഓൺ ആക്കുന്ന ഒട്ടും സേഫ് അല്ല. ഇനി അടുത്തൊരു സ്റ്റേറ്റാണ് ലാച്ചിങ് എന്ന് പറയുന്നത്.
നമ്മൾ SCRന്റെ ട്രാക്കിന്റെ ഗേറ്റിൽ നിന്ന് നമ്മൾ ട്രിഗർ കൊടുത്തതിന് ശേഷം ആ ട്രിഗറിനെ പിൻവലിച്ചു കഴിഞ്ഞാലും അതിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ലാച്ച് ആയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ലോക്ക്ഡായി. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ക്ലോസ് ആകുക, പിന്നെ ആ ബട്ടൺ പ്രസ് ചെയ്താലും ഇല്ലെങ്കിൽ സ്വിച്ച് ക്ലോസ് ആയി തന്നെ ഇരിക്കുക. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ലാച്ചിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ലാച്ചപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേറ്റിന് അവിടെ പ്രാധാന്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ കേസ് പോലെ തന്നെ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു SCR അല്ലെങ്കിൽ ട്രയാക്ക് ഒക്കെ നമ്മൾ പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റ ഷീറ്റ് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാരാമീറ്റർ ആണ് പീക്ക് റിപ്പിറ്റേറ്റീവ് ഓഫ് സ്റ്റേറ്റ് വോൾട്ടേജ്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഈ SCR എന്തുമാത്രം വോൾട്ടേജ് അത് കണ്ടക്ട് ചെയ്യാത്ത സ്റ്റേറ്റിൽ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ വയ്ക്കുക. നിങ്ങളുടെ കൈയുടെ മണ്ടയിൽ ഒരു പ്രത്യേക വെയിറ്റ് നിങ്ങൾ വെച്ചു, 1 കിലോ വെച്ചു, 2 കിലോ വെച്ചു, 3 കിലോ വെച്ചു, നിങ്ങൾ സഹിച്ച് പിടിച്ചിരിക്കും. എത്ര കിലോ വരെ നിങ്ങൾക്ക് അവിടെ പിടിച്ചിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ പിടികിട്ടിയല്ലോ. അതായത് SCR നമ്മൾ ഓൺ ആക്കുന്നില്ല, അല്ലെങ്കിൽ ടേൺ ഓൺ ആക്കാത്ത സമയത്ത് അതിൽ മാക്സിമം എത്രമാത്രം വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ഗതിയിൽ 400 വോൾട്ട് തുടങ്ങി ഏകദേശം 1500 വോൾട്ട് വരെ റേഞ്ചിലുള്ള പല ഫോർവേഡ് ബ്ലോക്കിംഗ് ആ ഒരു വോൾട്ടേജ് റേഞ്ച് നമുക്ക് ലഭ്യമാണ്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. ഒരിക്കലും അതിൻ്റെ മേളിലേക്ക് പോകാൻ പാടില്ല. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. അതായത് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളിങ്ങനെ കയ്യിൽ വെയിറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വെയിറ്റ് ഒരു പരിധിക്കപ്പുറം പോയി കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ കൈ താത്തുമല്ലോ. അതായത് ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ട ഒരു വോൾട്ടേജ്, അതായത് SCRന്റെ ഗേറ്റിലേക്ക് നമ്മൾ ട്രിഗർ കൊടുക്കാതെ അത് ഓൺ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ബ്രേക്ക് ഓവർ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഓവർ സംഭവിക്കുന്ന വോൾട്ടേജാണ് നമ്മളിപ്പോൾ ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രേക്ക് ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ SCR അല്ലെങ്കിൽ ട്രാക്ക് ഡീസ്ട്രക്റ്റ് ആയി പോകും. അതായത് അത് നശിച്ചു പോകും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കേസിൽ മിക്കവാറും 1500 വോൾട്ടിന് മേളിലാണ് ആ ഒരു ത്രഷോൾഡ്. അത് ഓരോ SCRനും ട്രാക്കിനും വ്യത്യാസമായിരിക്കും. എങ്കിലും ഏകദേശം ഒരു 1500 വോൾട്ട് വരെ മാക്സിമം താങ്ങാൻ സാധിക്കും. അത് വളരെ ഷോർട്ട് ടൈമിലൊക്കെ മാത്രം കേട്ടോ. കൂടുതൽ സമയം നമ്മൾ അങ്ങനെ റിപ്പീറ്റേറ്റീവായിട്ട് കൊടുക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു സംഗതി സംഭവിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ നല്ല ഇടിയൊക്കെ വെട്ടുമ്പോഴാണ് ഹൈ ആയിട്ടുള്ള വോൾട്ടേജുകൾ ഈ ലൈനിൽ കൂടെ കയറി വന്ന് SCRനും ട്രാക്കൊക്കെ അടിച്ചു പോകുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് മാക്സിമം ഫോർവേഡ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു SCR അല്ലെങ്കിൽ ട്രാക്കിന് താങ്ങാൻ സാധിക്കുന്ന, അതായത് അതിനെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വെയിറ്റ് വെച്ചു, നേരത്തെ ആ ഒരു കേസിന് എടുക്കാം. ആ വെയിറ്റ് നിങ്ങൾക്ക് എത്ര തവണ അപ്പും ഡൗണും ചെയ്യാൻ പറ്റും. ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൈ പൊക്കാൻ സാധ്യമല്ല. അവിടെ വെച്ച് നിങ്ങൾ തളരും. അപ്പോൾ അത്ര ഓർത്താൽ മതി. ഒരു SCRനെ കൊണ്ടോ ട്രാക്കിനെ കൊണ്ടോ മാക്സിമം നമുക്ക് എത്ര ലോഡ് വരെ കൊടുക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ത്രഷോൾഡ് വാല്യൂ മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ SCRോ ട്രാക്കോ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ഗേറ്റ് ട്രിഗർ കറണ്ട് എന്ന് പറയുന്നത്. അതായത് SCRലേക്ക് നമുക്കൊരു മിനിമം കറണ്ട് ഫ്ലോ ഉണ്ടാവണം അതിൻ്റെ ഗേറ്റിലേക്ക്, എങ്കിൽ മാത്രമേ ഈ പറയുന്ന ലാച്ചപ്പ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകത്തുള്ളൂ. ഏകദേശം 10 തൊട്ട് 50 മില്ലി ആംപിയർ ധാരാളം മതി ഗേറ്റിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതുപോലെ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അതായത് നമുക്ക് ഗേറ്റ് ട്രിഗർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ലെവൽ ഏകദേശം 2.5 വോൾട്ടോ അതിന് മേളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SCR അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ലാച്ചിങ് കറണ്ട്. അതായത് ഈ SCR അല്ലെങ്കിൽ ട്രാക്ക് നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു ലാച്ചിങ് സ്റ്റേജ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു കറണ്ട് ഫ്ലോ ആനോട് ചെയ്ത് കാതോഡിലേക്ക് പോകണം. അതായത് ഓൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഓൺ അവസ്ഥ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള കറണ്ടിനാണ് നമ്മൾ ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ SCRോ ട്രാക്കോ ഓൺ ആക്കി വെച്ചതിന് ശേഷം അത് ഓഫായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം കറണ്ട്. അതിലും താഴെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓഫായി പോകും. അപ്പം ഓഫ് ആകാതിരിക്കാനുള്ള കറണ്ടാണ് ഹോൾഡിംഗ് കറണ്ട്. അതായത് നമ്മളിപ്പം വളരെ സിമ്പിളായിട്ട് പറയാം, SCRോ ട്രാക്കോ നമ്മൾ ഓൺ ആക്കി, അപ്പം അതിനുശേഷം അതിൻ്റെ ഗേറ്റിൽ നിന്നുള്ള ട്രിഗർ അങ്ങ് എടുത്ത് മാറ്റി, അപ്പോൾ അതിൽ കൂടെ മിനിമം ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ആ കറണ്ട് ഫ്ലോ അവിടെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഓഫായി പോകും. അപ്പോൾ ഇവിടെ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ SCR ഓൺ ആക്കി വരാനുള്ള ഒരു സ്റ്റാർട്ട് ചെയ്ത് വരാനുള്ള ആ ഒരു മിനിമം കറണ്ടാണ്. അതായത് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ടാണ് ലാച്ചിങ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓൺ ആയിരിക്കുന്ന സാധനം ഓഫ് ആകാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് മിനിമം കീപ്പ് ചെയ്യേണ്ട വോൾട്ടേജ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഓർത്താൽ മതി. നമ്മൾ ഇനിഷ്യലി ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള കറണ്ട് വേണം. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കെടാതെ അല്ലെങ്കിൽ അത് ഓഫ് ആവാതെ ഇരിക്കാൻ ചെറിയ രീതിയിലുള്ള കറണ്ട് ഫ്ലോ മതി.
അപ്പം ലാച്ചിങ് കറണ്ട് ആയിരിക്കും കൂടുതൽ ഹോൾഡിംഗ് കറണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു പാരാമീറ്റർ ആണ് ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ SCRO ട്രയാക്കൊക്കെ ഓൺ ആയിരിക്കുമ്പോൾ അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അത് വളരെ കുറവായിരിക്കണം. ഏകദേശം 1 to 2 വോൾട്ട് ആണ് സാധാരണ റീഡിംഗ് കിട്ടാറ്. പക്ഷേ അതിന് മേളിൽ പോയി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ ചൂട് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഓൺ സ്റ്റേറ്റിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു പാരാമീറ്റർ ആണ് പവർ ഡിസിപ്പേഷൻ. ഏകദേശം 10 വാട്ട് തുടങ്ങി 2000 വാട്ട്സ് റേഞ്ചിലുള്ള പല SCR ട്രാക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നും ലോഡിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ചും അതിലേക്കുള്ള കറണ്ട് ഫ്ലോ ഒക്കെ നോക്കിയിട്ടാണ് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഒരു ഡാറ്റ ഷീറ്റ് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ ഡാറ്റ ഷീറ്റ് പരിശോധിക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് അതിൽ ലഭ്യമാകും. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് SCRൻ്റെയോ ട്രാക്കിൻ്റെയോ ഒക്കെ ഇതേ രീതിയിലുള്ള VI ഗ്രാഫുകൾ. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിശദമായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടോ? ഒരു SCRൻ്റെ VI ഗ്രാഫ് എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, അതായത് നമ്മൾ ആനോഡിനും കാഥോഡിനും പോസിറ്റീവും കൊടുത്തു, ഗേറ്റിൽ നമ്മൾ പ്രത്യേകിച്ച് പൾസ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ലീക്കേജ് കറണ്ട് ആ താഴത്തൂടെ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ നമ്മൾ വോൾട്ടേജ് കൂട്ടി 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 വീണ്ടും എന്താ അതിൻ്റെ പരിധിക്കപ്പുറം എത്തിക്കഴിയുമ്പോഴേക്കും അത് ബ്രേക്ക് ഓവർ ആവും. അതായത് മാക്സിമം കറണ്ട് ഫ്ലോ അതിൽ കൂടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിനെ ഒരിക്കലും നമ്മൾ ബ്രേക്ക് ഓവറിൽ എത്തിപ്പിച്ച് ഓണാക്കാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഗേറ്റിൽ പ്രത്യേക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് പൾസുകൾ കൊടുത്ത് അതിനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നു. ഒരു തവണ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് ആ ഗ്രാഫ് അങ്ങനെ മുകളിലേക്ക് കാണിച്ചേക്കുന്നത്. അതായത് ഓൺ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്റ്റേറ്റ് അത് മാക്സിമം കറണ്ട് ഫ്ലോ അതിൽ കൂടെ ഉണ്ടാവും. എന്നാൽ ഈ പറയുന്ന ലാച്ചിങ് കറണ്ടിനോ ഹോൾഡിംഗ് കറണ്ടിനോ തൊട്ട് താഴത്തെ ആ ത്രഷോൾഡെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കറണ്ട് ഫ്ലോ പെട്ടെന്നൊന്ന് കുറയ്ക്കുക എന്നുണ്ടെങ്കിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുള്ള ഒരു കറണ്ട് ഫ്ലോ കുറയുവാണെങ്കിൽ വീണ്ടും അത് ഓഫ് സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. പിന്നെ ഓണാക്കാൻ വീണ്ടും നമ്മൾ ഗേറ്റിൽ ട്രിഗർ കൊടുക്കണം. ഇനി അതിൻ്റെ റിവേഴ്സ് ബയാസുള്ള റീജിയൻ നോക്കുവാണെങ്കിൽ, അതായത് ആനോഡും കാഥോഡും നമ്മൾ തിരിച്ചാണ് കൊടുക്കുന്നെങ്കിൽ ഒരു സാധാരണ ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് മേളിൽ പോവുകയാണെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആവും. ഇനി നമ്മളൊരു ട്രാക്കിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിന് ഈ പറയുന്ന റിവേഴ്സ് ബയാസ് റീജിയൻ ഇല്ല. അതായത് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡിലും വർക്കാവും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിരിച്ചുള്ള മോഡിലും വർക്കാവും. അപ്പോൾ ബൈഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതേ ഫോർവേഡിൽ നമ്മൾ കാണിക്കുന്ന അതേ പ്രോപ്പർട്ടി തന്നെ റിവേഴ്സിന് ലഭ്യമാവും. അപ്പോൾ അത് കാരണം ഒരു സിഗ്നലിന്റെ പോസിറ്റീവിന് നെഗറ്റീവിന് നമുക്ക് ഈക്വൽ ആയിട്ട് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു SCR അല്ലെങ്കിൽ ട്രയാക്ക് നമ്മൾ പ്രാക്ടിക്കലി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ലോഡ് റിക്വയർമെന്റ് അനുസരിച്ച് ഒരു SCR അല്ലെങ്കിൽ ട്രയാക്ക് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഡിമ്മർ സർക്യൂട്ട് നോക്കാം. ഈ ഒരു ഡിമ്മർ സർക്യൂട്ടിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് 100 വാട്ടിന്റെ ഒരു ബൾബാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്നറിയാം, 230 വോൾട്ട്. നമ്മുടെ ലോഡ് എത്രയാണ്? 100 വാട്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് I അഥവാ കറണ്ട് ഫ്ലോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് I = P/V എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ആ ലോഡിന്റെ കറണ്ട് ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 100 വാട്ട് ബൾബ് 230 വോൾട്ട് സോഴ്സിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം 0.434 ആംപിയർ ആണ്. ഏകദേശം 500 മില്ലി ആംപിയർ താഴെ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2P4M എന്ന് പറയുന്ന SCRO അല്ലെങ്കിൽ BT136 എന്ന് പറയുന്ന SCRO യൂസ് ചെയ്യാം. കാരണം BT136 ആണെങ്കിൽ ഏകദേശം 4 ആംപിയർ വരെയുള്ള ലോഡിൽ വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് SCR വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്നെങ്കിൽ കൂടി ഈ ChatGPT പോലുള്ള AI ടൂളുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട വോൾട്ടേജോ ആംപിയറോ റിക്വയർമെന്റ് ഒക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ട SCR അവിടെ സജസ്റ്റ് ചെയ്യും. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് 5000 വാട്ട്സ് ഉള്ള ഒരു വലിയൊരു ഹീറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള ഒരു ഹീറ്റർ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഭീമാകാരമായിട്ടുള്ള കറണ്ട് ഫ്ലോ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കറണ്ട് ഫ്ലോയിന്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 21 ആംപിയർ. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര ഹെവി ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ടിലേക്ക് വേണ്ട SCRനും അല്ലെങ്കിൽ ട്രാക്കിനും അത്രയും വലിയ വലിപ്പം വേണ്ടി വരും. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിലുള്ള ഡാറ്റ ഷീറ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. നമ്മൾ ആ ബുക്ക് നോക്കി കൃത്യമായിട്ട് നമുക്ക് വേണ്ട വോൾട്ടേജ് കറണ്ട് റിക്വയർമെന്റ് ഒക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ആ ഒരു SCR ഏതാണ് ട്രാക്ക് ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് AI ടൂളുകൾ അതിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ AI ടൂള് ChatGPT എടുക്കുക, നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ് കൊടുക്കുക. എനിക്ക് 25 ആംപിയർ താങ്ങാൻ ശേഷിയുള്ള ഒരു ട്രാക്ക് വേണം. ഉടനെ തന്നെ അത് ആൻസർ തരും. ഇത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് BTA25 എന്ന് പറഞ്ഞ ട്രാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പെട്ടെന്നാണ് ആൻസർ കിട്ടിയെന്നുള്ളത്. ജസ്റ്റ് ഇത് കിട്ടിയെങ്കിൽ കൂടി നിങ്ങൾ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തൊന്ന് വെരിഫൈ ചെയ്തേക്കണം. കാരണം ChatGPT ഒക്കെ ചിലപ്പോൾ
ചില സമയത്ത് ചില മിസ്റ്റേക്കുകളും സംഭവിക്കാം. അപ്പോൾ ഈ ഡേറ്റ ഷീറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു ട്രാക്ക് നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. ഒന്ന് അഴിച്ചു വെക്കുക ഈ ഒരു ട്രാക്കിന്റെ ആ സൈസും അതിന്റെ ആ വലിപ്പമൊക്കെ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഹെവി ആയിട്ടുള്ള ടാസ്കിന് അനുയോജ്യമാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ആ റിക്വയർമെന്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ SCR അല്ലെങ്കിൽ ട്രാക്ക് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാൻ. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, അതിന്റെ ആ സേഫ് ലിമിറ്റിന് തൊട്ട് താഴെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എനിക്കിവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 21 ആംപിയർ ആണ്. ഒരിക്കലും 20 ആംപിയർ അല്ലെങ്കിൽ 21 ആംപിയറിന്റെ SCR ട്രാക്കോ അവിടെ ഉപയോഗിക്കരുത്. കാരണം അതിന്റെ മാക്സിമം കപ്പാസിറ്റിയാണ്. അപ്പോൾ മാക്സിമം കപ്പാസിറ്റി ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ ശേഷിയുള്ള SCR ട്രാക്കോ യൂസ് ചെയ്യുക. അപ്പോൾ BTA25 എന്ന് പറയുന്ന ട്രാക്ക് 25 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അവിടെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ് സിങ്കും കൂളിംഗും നമ്മൾ കൊടുത്തിരിക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഈ SCRന്റെ ട്രാക്കിന്റെ ഒക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാം, ലൈറ്റിന്റെ ഒക്കെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്ന ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടുകൾ, നമ്മുടെ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററുകൾ, അതുപോലെ തന്നെ തയ്യൽ മെഷീന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന പെഡല്, ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ SCRന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ചില സോൾഡറിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ്. അപ്പം അങ്ങനെ ഒരു പവർ കൺട്രോൾ ചെയ്യേണ്ട ഡിവൈസിലെല്ലാം ഈ SCR അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മോട്ടറുകൾ, ഇൻഡസ്ട്രിയൽ ഹീറ്ററുകൾ, അതുപോലെ തന്നെ ട്രെയിനിലെ ലോക്കോമോട്ടീവ് എഞ്ചിന്, ഇതിനകത്തെല്ലാം SCRന്റെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഫോം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ SCRന്റെ ട്രാക്കിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയാൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിവൈസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു IGBT ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള കറണ്ടിനൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സെയിം കപ്പാസിറ്റി ഉള്ള ഒരു SCR ആണെങ്കിൽ അതിന്റെ 4-1 വിലയെ വരത്തുള്ളൂ. പിന്നെ SCRന്റെ ട്രാക്കിന്റെ ഒക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഓഫ് ആക്കാൻ ഇച്ചിരി പാടുപെടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ആവശ്യമായിട്ട് വരും. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഹൈ വോൾട്ടേജിലും ഹൈ കറണ്ടിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഫേസ് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് വളരെയധികം നോയ്സ്, ഇലക്ട്രോമാറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത്തരം ഇലക്ട്രോണിക് ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി ഹാർമോണിക്സ് ഒക്കെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ, ഫാനിന്റെ റെഗുലേറ്റർ ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതി, അതായത് SCR ട്രാക്കോ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫാൻ ഒരു പ്രത്യേക മൂളൽ ശബ്ദം, ഒരു ഹമ്മിങ് നോയ്സ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ സപ്രസ് ചെയ്യാൻ പ്രത്യേക രീതിയിലുള്ള നമ്പർ സർക്യൂട്ടുകളും എക്സ്റ്റേണൽ കപ്പാസിറ്ററും ഒക്കെ യൂസ് ചെയ്യാം. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള ഒരു നോയ്സ് എപ്പോഴും അവിടെ കാണും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ SCRനും ട്രാക്കിനൊക്കെ പവർ ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്ഥാനം അത് മറ്റാർക്കും കവർന്നെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് പവർ ഇൻഡസ്ട്രി ഇത്രയധികം വളർന്നതും. നമ്മുടെ SCRനും ട്രാക്കിനൊക്കെ പറ്റി പ്രാക്ടിക്കലായിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നേരെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാം. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന് 3 പിന്നുകൾ കാണും: എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ കളക്ടറിൽ കൂടെയുള്ള കറണ്ട് നിയന്ത്രിക്കുന്ന ബേസാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു SCR എടുക്കുകയാണെങ്കിൽ അതിന് ആനോഡ്, കാഥോഡ്, ഗേറ്റ് കാണും. ഇതിൽ ഗേറ്റാണ് ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് 2P4M എന്ന് പറയുന്ന ഒരു SCR ആണ്. ഈ ഒരു SCRന് പരമാവധി 600 വോൾട്ട് 2 ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് കൺട്രോള്, മോട്ടോർ കൺട്രോള്, ചെറിയ രീതിയിലുള്ള ലോഡുകളിലൊക്കെ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ് ഈ ഒരു SCR. ഇനി നമ്മൾ 3 ടെർമിനലുള്ള മറ്റൊരു ഡിവൈസാണ് നമ്മുടെ ഈ പറയുന്ന ട്രയാക്ക്.
ട്രയാക്കിൽ പക്ഷേ ഇവിടെ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അത് കാരണം MG1 MG2 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. പിന്നെ ഗേറ്റും ഉണ്ട്. ഇത് പരമാവധി നമുക്ക് 600 വോൾട്ട് 4 ആംപിയർ വരെയുള്ള സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ മൂന്നാമത്തെ പിന്നിലാണ് ഗേറ്റ് അഥവാ കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നത്. ഇനി കൃത്യമായിട്ട് SCRനും ട്രയാക്കിനും ഒക്കെ ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് നമ്മുടെ ഈ ഡയാക്ക് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന, അത് രണ്ട് സൈഡിലേക്കും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഡയാക്ക്. അപ്പോൾ ഡയാക്കിനെ പറ്റി നമ്മൾ വിശദമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ ഡയാക്കിൻ്റെ പ്രത്യേകം നോക്കുവാണെങ്കിൽ 33 വോൾട്ട് അല്ലെങ്കിൽ അതിന് മേളിൽ എത്തുമ്പോൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. പിന്നെ വളരെ കുറച്ച് വോൾട്ടേജിലേക്ക് കുറച്ചുകൊണ്ട് വരുമ്പോൾ, അതായത് ഒരു 25-24 വോൾട്ട് എത്തുമ്പോൾ വീണ്ടും അത് റിവേഴ്സ് ബയസ് ആവും. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ നോക്കാവുന്നതാണ്. വോൾട്ടേജ് കൂടി വരുവാണ്. നമ്മുടെ ഈ LED ഇപ്പോൾ ഓഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് LED കത്തുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി ഞാനിത് കൂട്ടി ഒരു 33ൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ LED ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. 32, 33 കണ്ടോ. അപ്പോൾ ഇത് 33 എത്തുമ്പോഴേക്കും അത് ഓണായി. പിന്നെ അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു കപ്പാസിറ്ററിനെ ഉപയോഗപ്പെടുത്തി കൃത്യമായിട്ട് ഫ്ലാഷ് ചെയ്യുന്ന സർക്യൂട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യാം. മിക്കവാറും ഉള്ള AC വർക്ക് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ സർക്യൂട്ടൊക്കെ ഈ ഡയാക്ക് ട്രയാക്കിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആയിരിക്കും. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇനി നമുക്ക് ഈ SCRൻ്റെ ട്രയാക്കിൻ്റെ ഒക്കെ പ്രവർത്തനം മനസ്സിലാക്കാൻ ചെറിയ സർക്യൂട്ടുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള SCRൻ്റെ ട്രയാക്കിൻ്റെ ഒക്കെ ട്രിഗറിങ് സർക്യൂട്ടുകളാണ്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാൻ നല്ലതാണ്. ഇതൊരു ആപ്ലിക്കേഷൻ സർക്യൂട്ടാണ്. അതുപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു മൈക്രോ കൺട്രോളർ കൊടുക്കാൻ പറ്റും, ഇതെല്ലാം നമുക്ക് വളരെ വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് പ്രവർത്തിപ്പിച്ച് നിങ്ങളെ വളരെ വ്യക്തമാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. 2 പുഷ് ബട്ടൺ ഉണ്ട്, ഒരു LED, പിന്നെ അത്യാവശ്യം 1-2 റെസിസ്റ്ററുകൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ SCRൻ്റെ ഗേറ്റും പോസിറ്റീവായിട്ട് കണക്റ്റ് ആവും. സെക്കൻഡ് ആണെങ്കിൽ SCRൻ്റെ ഗേറ്റും നെഗറ്റീവുമായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സർക്യൂട്ട് അസംബിൾ ചെയ്ത് പവർ സപ്ലൈ കൊടുത്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബാറ്ററി ഞാൻ 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ധാരാളം മതി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുവാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. കണ്ടോ, ഇപ്പോൾ ഈ LED കത്തി. കൈവിട്ട് കഴിഞ്ഞാലും അത് ആ സ്റ്റേജ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും, കത്തി തന്നെ നിൽക്കും, കെട്ടുപോകത്തില്ല. ട്രാൻസിസ്റ്റർ ആണെങ്കിൽ അത് കെട്ടുപോയേനെ. ഇവിടെ ആ ലാച്ചിങ് എന്നുള്ള സ്വഭാവം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് കത്തി നിൽക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു സ്റ്റേറ്റിനെ അത് ലോക്കാക്കി. ഇനി നമ്മുടെ ഗേറ്റിൻ്റെ കൺട്രോൾ പോയി. ഇനി നമ്മൾ അവിടെ നെഗറ്റീവ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഓഫ് ആവത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഇല്ലാത്ത ഒരു വണ്ടിയുടെ അവസ്ഥയാണ് ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവിനും ഒരു എഫക്റ്റ് ഇല്ല, നെഗറ്റീവിനും ഒരു എഫക്റ്റ് ഇല്ല. പിന്നെ നമ്മൾ ഇതെങ്ങനെ ഓഫ് ആക്കും? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന SCRൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് 0 ആക്കുക, അതായത് അതിനെ ഷോർട്ട് സർക്യൂട്ട് ആക്കുക. അങ്ങനെ SCR എന്താവും, ഈ പറയുന്ന പോലെ ഒരു ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ഈ ബൈപ്പാസ് ചെയ്യുന്നത് വഴി അതുവഴി കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ല, പകരം നേരിട്ട് തന്നെ LED കറണ്ട് പോകും. കണ്ടോ, അപ്പോൾ SCR ഓഫായി. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ SCR ഞാൻ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതായത് SCRയിലേക്കുള്ള കറണ്ട് ഫ്ലോ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയർ ഉപയോഗിച്ച് അതിനെ ബൈപ്പാസ് ചെയ്ത് വിടുന്നു. അപ്പോൾ SCR സ്വാഭാവികമായിട്ടും ആ കറണ്ട് ഫ്ലോ നിന്ന് കഴിയുമ്പോൾ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാവും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സ്വിച്ച് ഇളക്കിയെടുത്ത് അതിൻ്റെ ആനോടിൻ്റെയും കാഥോടിൻ്റെയും ഇടയ്ക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഓഫ്, അതായത് ടോഗിൾ സ്വിച്ച് പോലെ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഓണായി, രണ്ടാമത്തെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഓഫായി. ഇത് അത്യാവശ്യം നമുക്കൊരു ലാച്ച് സ്വിച്ച് പോലെ ഉപയോഗിക്കാം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്തതായിട്ട് SCR നമുക്ക് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലൈൻ ജസ്റ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്താൽ മതി. ഇത് നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓഫ് മെത്തേഡാണ്. നമുക്കറിയാമല്ലോ, കറണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലെത്തും. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൻ്റെ മറ്റൊരു ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. അടുത്തതായിട്ട് SCR ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓൺ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മിനിമം കറണ്ട് വേണം. അതാണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതൊരു പരിധിക്കപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഓഫ് ആയിപ്പോവും. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ സ്റ്റാർട്ട് ആക്കേണ്ടി വരും ഓൺ ആക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് ആ ഒരു കറണ്ട് ഫ്ലോ കുറച്ചും നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിനെ ഓഫ് ആക്കാവുന്നതാണ്. പിന്നെ ഈ SCRന് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതായത് ആനോടും കാഥോടും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഫിഗർ കാണുന്ന പോലെ ഞാൻ നെഗറ്റീവും പോസിറ്റീവും ഒന്ന് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു
കഴിഞ്ഞാൽ നമ്മുടെ ഈ SCR വർക്കൗട്ട് ആവത്തില്ല. ട്രിഗർ ചെയ്താൽ നമുക്കൊന്നും അവിടെ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ ഇതേ കാര്യം തന്നെ നമ്മളൊരു ട്രയാക്കിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊടുത്തെങ്കിൽ പോലും ആ പറയുന്ന ബൾബ് അവിടെ കത്തുന്നതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് BT136 ഈ ഒരു ട്രയാക്ക് എടുത്തിട്ട് നമ്മുടെ ഈ പഴയ SCR മാറ്റി അവിടെ അതേ പ്ലേസിൽ തന്നെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പൊളാരിറ്റി ഒന്നും മാറ്റുന്നില്ല, എന്നിട്ട് കൂടി LED കത്തുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇതൊരു ബൈ ഡയറക്ഷണൽ പ്രോപ്പർട്ടി നമ്മുടെ ഈ ട്രയാക്ക് അവിടെ കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്. പിന്നെ SCR നമ്മൾ ഓഫ് ആക്കിയ പോലെ തന്നെ നമ്മുടെ 2 ടെർമിനൽ തമ്മിൽ ഷോർട്ട് ആക്കുവാണെങ്കിൽ ഇതും ഓഫായി പോകുന്നതാണ്. അതേ പ്രോപ്പർട്ടി എല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന ട്രയാക്കിനുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻ സർക്യൂട്ടുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന സർക്യൂട്ട് യഥാർത്ഥത്തിൽ ഒരു ലാമ്പിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള AC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ BT136 തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഗേറ്റിലാണ് നമ്മൾ ഡയാക്കും ബാക്കിയുള്ള കൺട്രോൾ സർക്യൂട്ടറി എല്ലാം വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു RC നെറ്റ്വർക്ക് കാണാൻ പറ്റും, ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ റെസിസ്റ്റർ വഴി ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. അങ്ങനെ ചാർജ് ചെയ്ത് എപ്പോഴാണോ ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 32 വോൾട്ട് അല്ലെങ്കിൽ 33 വോൾട്ട് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഡയാക്ക് ഓൺ ആക്കുന്നു. അപ്പോൾ ഈ ഡയാക്ക് നമ്മുടെ ഈ പറയുന്ന SCR അല്ലെങ്കിൽ ട്രാക്കിനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ട്രിഗർ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ലോഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് റേറ്റ് എത്രമാത്രം സ്പീഡിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ റെസിസ്റ്ററാണ്. റെസിസ്റ്റർ കൂടുവാണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ സമയമെടുക്കും, റെസിസ്റ്റർ കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും, പെട്ടെന്ന് തന്നെ ട്രിഗർ ആവും. അപ്പോൾ അതുവഴി നമുക്ക് ഇൻറ്റൻസിറ്റിയിലും തക്കതായിട്ടുള്ള വ്യത്യാസങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു SCR ഉപയോഗിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു RC നെറ്റ്വർക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സർക്യൂട്ട് എല്ലാം ലൈവായിട്ട് അല്ലെങ്കിൽ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോബ് ഉപയോഗിച്ച് മാത്രം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഈ പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ തിരിക്കുക, അല്ലെങ്കിൽ ഷോക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ RC നെറ്റ്വർക്കിൻ്റെ ഇടയ്ക്കായിട്ട് ഡയാക്കുണ്ട്. ആ ഡയാക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ആ ഡയാക്ക് ആണ് നമ്മുടെ ഈ പറയുന്ന ബാക്കിയുള്ള ആ ട്രിഗറിങ് മെക്കാനിസം കൃത്യമായിട്ട് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് എന്താണ്? ഒരു ട്രയാക്ക്. അതിൻ്റെ ഗേറ്റിലേക്കാണ് ഈ ഡയാക്ക് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലോഡും കൂടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലോഡായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു സാധാരണ ഒരു 60 വാട്ടിൻ്റെ ഒരു ബൾബാണ്. അപ്പോൾ നിങ്ങൾക്ക് 100 വാട്ടിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. LED ഉപയോഗിക്കരുത്, കാരണം LED അത്ര പ്രോപ്പറായിട്ട് ഇതിൽ വർക്കാവത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് സീരീസ് ആയിട്ട് എടുത്തു കൊടുക്കുക. ഫേസോ ന്യൂട്രലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈൻ എടുത്തു കൊടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് ഞാൻ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വാല്യൂ, അതായത് റെസിസ്റ്റൻസ് ഒന്ന് കൂട്ടുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പൊട്ടൻഷ്യോമീറ്റർ ഞാൻ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ആ ഇൻറ്റൻസിറ്റി കുറയും. കാരണം കറണ്ട് ഫ്ലോ കുറയുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതനുസരിച്ച് ഡയാക്ക് ട്രിഗർ ചെയ്യാനും സമയമെടുക്കും. ഇനി നമ്മൾ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചുള്ള പ്രതിഭാസമായിരിക്കും. അതായത് മാക്സിമം കറണ്ട് ഫ്ലോ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഡയാക്ക് SCR-നെ അല്ലെങ്കിൽ ട്രാക്കിനെ ട്രിഗർ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പ്രത്യേകം പറയുവാണ്, കൈകൾ നമ്മളിത് ഇതേപോലെ ആ ടെർമിനലൊന്നും ടച്ച് ചെയ്യാതെ നമ്മുടെ ആ നോബിൽ മാത്രം പിടിച്ച് തിരിക്കുക. കാരണം ഹൈ വോൾട്ടേജ് ആണ്, നമുക്ക് ഷോക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഈ പറയുന്ന ഡയാക്ക് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ ഉള്ളത് നോക്കാം. ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളേ, ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയാക്ക് ഇല്ലാതെ നമ്മൾ നേരിട്ട് RC നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂട്ടിയാലോ കുറച്ചാലോ ഒരു എഫക്റ്റ് ഇല്ല. കാരണം അവിടെ ഒരു ട്രിഗറിങ് അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് വാല്യൂ ഇല്ലല്ലോ. ഈ ഡയാക്ക് വയ്ക്കുമ്പോഴല്ലേ ആ 32 അല്ലെങ്കിൽ 33 വോൾട്ടിന് മേളിൽ എത്തുമ്പം ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഡയാക്കിന് തീർച്ചയായിട്ടും നല്ലൊരു പ്രാധാന്യം നമ്മുടെ ഈ പറയുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി കൺട്രോൾ സർക്യൂട്ടിലുണ്ടെന്നാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ ലോഡിന് അക്രോസ് ഉള്ള ആ ഒരു വേവ് ഫോം കാണിച്ചു തരാം. കണ്ടോ, ഇൻറ്റൻസിറ്റി കൂടുമ്പോഴേക്കും മാക്സിമം കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സൈൻ വേവ് പൂർണ്ണമായിട്ടും അതുവഴി കടന്നു പോകുന്ന രീതിയിലായിരിക്കും. ഇനി നമ്മൾ ഈ പറയുന്ന ഇൻറ്റൻസിറ്റി കുറയ്ക്കുമ്പോൾ ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ വളരെ നാരോ ആയിട്ടുള്ള പൾസുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പൾസുകൾ ഒരു സാധാരണ ഒരു ലോഡിന്, ഒരു റെസിസ്റ്റീവ് ലോഡിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല. പക്ഷേ ഈ ഷാർപ്പായിട്ടുള്ള പൾസുകൾ നമ്മുടെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മോട്ടർ, ട്രാൻസ്ഫോമർ, അതിലൊക്കെ വളരെയധികം ഹെവി ആയിട്ടുള്ള രീതിയിലുള്ള സ്പൈക്കുകൾ അല്ലെങ്കിൽ ഒരു ബാക്ക് EMF മൂലം ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ് വളരെ കൂടുതലായിരിക്കും. അത് നമ്മുടെ ഈ പറയുന്ന ട്രാക്കിനെ നശിപ്പിക്കാൻ പാകത്തിനുള്ളതായിരിക്കും. അതുപോലെ റേഡിയോയിലും ബാക്കിയുള്ള അടുത്തുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇൻ്റർഫറൻസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് RC's നമ്പർ സർക്യൂട്ടുകൾ, അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉള്ള കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക സർക്യൂട്ടുകളൊക്കെ നമുക്ക് അവിടെ
പാരലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ലോഡിൽ ഹൈ വാല്യൂ കപ്പാസിറ്റർ ഒക്കെ കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ SCRും ട്രാക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് സിങ്കും കൂടെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും പീക്ക് കറണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ RC നമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റർ ഒരു കപ്പാസിറ്റർ ഇതേപോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്ഫോമറും അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള മോട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ലത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞോളട്ടെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലൈറ്റ് ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഈ സർക്യൂട്ട് നമ്മുടെ സാധാരണ ബൾബിൽ നല്ല പക്കയായിട്ട് വർക്കാവും. പക്ഷേ LED ബൾബിൽ അത്ര പെർഫെക്റ്റ് ആവത്തില്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള ഡ്രൈവർ സർക്യൂട്ട് കേടാവാൻ അത് കാരണമാവും. അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ട് ഇല്ലാത്ത ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രൈവർ സർക്യൂട്ടുള്ള ഇത്തരം LEDകളിൽ ഒരു പക്ഷേ അത് വർക്കൗട്ട് ആയേക്കാം. അപ്പോൾ എന്തായാലും അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഈ ഒപ്റ്റോ ഐസൊലേറ്ററും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ കൺട്രോളറിൽ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കംപ്ലീറ്റ് നല്ലൊരു ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന 2 ഡിവൈസുകളാണ് SCR, ട്രാക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ SCR ട്രാക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും നമുക്കുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ ഇതേ രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ പറ്റിയിട്ടുള്ള ഒത്തിരി വീഡിയോകളുണ്ട്, പ്രത്യേകിച്ച് കമ്പോണന്റ് ലെവലിലുള്ളത്, അതുപോലെ സർവീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ നമുക്ക് ചെറിയ ചെറിയ ടിപ്പുകൾ ഷോർട്സ് ആയിട്ട്, പിന്നെ ഹോബി സർക്യൂട്ടുകൾ. അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സർക്യൂട്ടുകളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആദ്യം ലഭ്യമാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.